നമസ്കാരം. പ്രണയത്തെ പറ്റിയാണ് ഇന്ന് നമ്മുടെ വിഷയം. വിശുദ്ധ പ്രണയം. ചില നക്ഷത്രക്കാർക്ക് വളരെയധികം വിശുദ്ധമായ പ്രണയമായിരിക്കും. കാലം മാറുമ്പോൾ കോലം മാറണമെന്നും നാടോടുമ്പോൾ നടുവേ ഓടണമെന്നുമൊക്കെ പറയാറുണ്ട്. പണ്ടത്തെ ശീലങ്ങളും കാഴ്ചപ്പാടുകളും മുറുകെ പിടിച്ച് ജീവിക്കുന്നവരെ പഴഞ്ചനെന്നും നമ്മൾ മുദ്രകുത്താറുണ്ട്. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രണയത്തിൻ്റെ ന്യൂജൻ രീതികളിൽ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്നത്തെ കാലത്തെ പ്രണയമൊക്കെ എന്നൊക്കെ പറയുന്നവർ ഫോണോ വീഡിയോ കോളോ ഡേറ്റിങ്ങോ ഇല്ലാത്ത പണ്ടത്തെ കാലത്തെ പ്രണയമാണ് വിശുദ്ധ പ്രണയമെന്ന് വാദിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ നിരവധിയായുണ്ട്. അക്കൂട്ടത്തിൽ പ്രായമായവർ മാത്രമല്ല, യുവാക്കളും യുവതികളുമുണ്ട്. ചില നക്ഷത്രക്കാർ അങ്ങനെയാണ്. പ്രണയകാര്യങ്ങളിൽ അവർക്ക് പഴയ രീതികളോടായിരിക്കും താല്പര്യം. അങ്ങനെ ചിന്താഗതിയുള്ള ചില നക്ഷത്രജാതരുണ്ട്. ആരൊക്കെയാണ് ആ നക്ഷത്രജാതർ എന്നൊന്ന് പരിശോധിക്കാം. ആദ്യമായി കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവം രാശിയിൽ ജനിച്ച ഇവർ ബന്ധങ്ങളിൽ സ്ഥിരതയും സുരക്ഷയും ഇന്ദ്രിയാനുഭൂതിയും ആഗ്രഹിക്കുന്നവരാണ്. ഹൃദയം കൊണ്ട് പ്രണയിക്കുന്നവരാണ് ഈ നക്ഷത്രജാതർ എന്ന് നിസ്സംശയം പറയാം. അവർക്കെപ്പോഴും പ്രിയം പഴയകാല പ്രണയബന്ധങ്ങളോടും മൂല്യങ്ങളോടും ആയിരിക്കും. പങ്കാളികൾ പരസ്പരം വില കൽപ്പിക്കുകയും ഒപ്പമുള്ള നിമിഷങ്ങൾ ആസ്വദിക്കുകയും സാമീപ്യം ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത്. അടുത്തതായി വരുന്നത് പുണർതം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകം രാശിക്കാർ കുടുംബ ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും ആത്മാർത്ഥതയ്ക്കും അതുപോലെ തന്നെ വൈകാരികമായ അടുപ്പത്തിനും ആഴത്തിലുള്ള ബന്ധത്തിനും വില കൽപ്പിക്കുന്നു. ന്യൂജൻ പ്രണയരീതികളെക്കാൾ അവർക്കിഷ്ടം പഴയ പ്രണയരീതികളോടാണ്. ആത്മാർത്ഥതയും വിശ്വസ്തതയും പങ്കാളികൾക്കിടയിലെ അടുപ്പവും പിന്തുണയും അത്തരം ബന്ധങ്ങളിലാണ് കൂടുതലെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. അടുത്തതായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര സമൂഹം ഉൾപ്പെടുന്ന വൃശ്ചികം രാശിയിലാണ്. തീവ്ര അഭിലാഷങ്ങളും തീക്ഷ്ണ സ്വഭാവമുള്ളവരുമാണ് വൃശ്ചികം രാശിക്കാർ. പുറമേടിയേക്കാൾ അവർ സത്യസന്ധമായ പ്രണയങ്ങളാണ് ആഗ്രഹിക്കുന്നത്. പണ്ടുകാലത്തെ പ്രണയങ്ങൾ ഇവരെ വളരെയധികം ആകർഷിക്കും. പരസ്പര ബഹുമാനത്തിലും വിശ്വസ്തതയിലും ഊന്നിയ അത്തരം സ്നേഹബന്ധങ്ങളാണ് അവർ ഇക്കാലത്തും ആഗ്രഹിക്കുന്നത്. അടുത്തതായി ഈ ഗണത്തിൽ വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നിങ്ങനെയുള്ള നക്ഷത്രങ്ങളാണ്. മകരം രാശിയിൽ പിറന്ന ഇവർ പൊതുവെ പരമ്പരാഗതമായ രീതികളോട് ആഭിമുഖ്യം പുലർത്തുന്ന ആളുകളായിരിക്കും. പ്രണയകാര്യത്തിലും അങ്ങനെ തന്നെ. പ്രണയത്തിലെ ത്യാഗത്തിനും ആത്മാർത്ഥതയ്ക്കും വിശ്വസ്തതയ്ക്കുമാണ് ഇവർ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത്. പങ്കാളികൾ പരസ്പരം ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പിന്തുണയ്ക്കുകയും എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്ന ചിന്ത ഇവർക്കെപ്പോഴും ഉണ്ടാകും. അത്തരം ബന്ധങ്ങളാണ് ഇവർ വിശുദ്ധ പ്രണയമായി കണക്കാക്കുന്നത്. അവസാനമായി ഉള്ളത് പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിയാണ്. മീനം രാശിക്കാർ മനസ്സിൽ എപ്പോഴും പ്രണയമുള്ളവരാണ്. പക്ഷേ ഇവരുടെ പ്രണയസങ്കല്പവും പഴയത് തന്നെയായിരിക്കും. കാലമെത്ര കടന്നുപോയാലും പണ്ടുകാലത്തെ പ്രണയമാണ് യഥാർത്ഥ പ്രണയമെന്ന് ഇവരും കരുതുന്നു. അടുപ്പം, ആത്മീയമായ ഉയർച്ച, ആഴത്തിലുള്ള വൈകാരിക ബന്ധം എന്നിവയെല്ലാമാണ് ഇവർ പ്രണയത്തിൽ തേടുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം ഇവിടെ നിർത്തുകയാണ്. പുതിയൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.